പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മണിയുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഒടുവിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് കൺമണിയുടെ ജീവിതത്തിൽ. മാത്രവുമല്ല, തൻ്റെ വിവാഹം ഇനി എന്താകും എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുന്ന കൺമണി ഒടുവിൽ ജോലിയുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് കൺമണിയുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. കൺമണിയുടെ അച്ഛൻ്റെ രോഗം വീണ്ടും മോശമായിരിക്കുകയാണ്. ഇതോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് വീണ്ടും ശ്രീനിവാസനെ. കാര്യമറിഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ കൺമണി ഹോസ്പിറ്റലിലേക്ക് കൃഷിൻ്റെ വീട്ടിൽ നിന്ന് കുതിച്ചെത്തുകയായി. അവിടെ വെച്ച് ഡോക്ടർമാർ പറയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണമെന്ന്. ഓരോ നിമിഷവും കഴിയുന്തോറും വളരെയധികം ക്രിട്ടിക്കലായി വരികയാണ് കാര്യങ്ങളെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അശ്രദ്ധയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ ശ്രീനിവാസനെ എന്നേക്കുമായി നഷ്ടമാകും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയുന്ന കൺമണി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും പൈസ സംഘടിപ്പിക്കാൻ സാധിക്കാതെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേസമയം ധനലക്ഷ്മി ഈ കാര്യങ്ങൾ അറിയാൻ ഇടയായിരിക്കുകയാണ്. ധനലക്ഷ്മിയെ ഫോൺ ചെയ്യുന്ന കൺമണി അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടി പൈസ വേണമെന്നുള്ള കാര്യം അറിയിക്കുകയും ആ പൈസ തന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ തൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. നീ എൻ്റെ കയ്യിൽ പൈസ തന്നു വെച്ചിരിക്കുന്നു, നീ ചോദിക്കുമ്പോൾ എടുത്തു തരാനെന്ന് ചോദിക്കുകയാണ് ധനലക്ഷ്മി. ഇതോടെ പൈസ കടമായി തന്നാൽ മതി എന്ന് വ്യക്തമാക്കുന്ന കൺമണി താൻ അത് പിന്നീട് അടച്ചു തീർത്തുകൊള്ളാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ ധനലക്ഷ്മി എനിക്ക് സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് കൺമണി. ഒടുവിൽ എല്ലാ വഴികളും തൻ്റെ മുന്നിൽ അടയുകയാണ് എന്നുള്ള സത്യം തിരിച്ചറിയുകയാണ് കൺമണി. മാനസയെ ഇതേ തുടർന്ന് ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിക്കുന്നതിന് ശ്രമിക്കുന്നുവെങ്കിലും മാനസ ഫോൺ എടുക്കാത്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ്. കാര്യങ്ങൾ ഇതോടെ കൈവിട്ടുപോയി എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു കൺമണി. അച്ഛനില്ലാതെ ഇനി എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ള ചോദ്യത്തിനു മുന്നിൽ നിൽക്കുമ്പോഴാണ് സഹായവുമായി കൃഷ് കടന്നു വരുന്നത്. അപ്രതീക്ഷിതമായ ഈ സംഭവം കൺമണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ കൃഷ് കൺമണിയുടെ അച്ഛൻ്റെ കാര്യം താൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ സഹായിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. കൺമണിക്ക് എന്തുകൊണ്ടാണ് തന്നെ ഫോൺ ചെയ്ത് സഹായം ചോദിക്കാൻ തോന്നാഞ്ഞത് എന്ന് ചോദിക്കുന്ന കൃഷ് എന്തിനും ഞാൻ സഹായിക്കാൻ ഇല്ലേ എന്ന് പറയുകയും ചെയ്യുന്നു. നമ്മളൊക്കെ ഫ്രണ്ട്സാണ് എന്നുള്ള കാര്യം പോലും നീ ഓർക്കാത്തത് എന്നെ വിഷമിപ്പിച്ചു എന്ന് പറയുകയും ചെയ്യുന്ന കൃഷ് ഒരിക്കലും കൺമണിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പെരുമാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ കൺമണി എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ കൃഷാകട്ടെ ഡോക്ടറെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറാവുകയും ശ്രീനിവാസന്റെ അവസ്ഥയെപ്പറ്റി വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഓപ്പറേഷൻ വേഗം തന്നെ നടത്തണം എന്നുള്ള കാര്യം ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പൈസ കെട്ടാൻ തയ്യാറാണ് എന്ന് അറിയിക്കുന്ന കൃഷ് അതുകൊണ്ട് തന്നെ ശ്രീനിവാസന്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഡോക്ടറെയും ഞെട്ടിക്കുന്നു. ഇതോടെ
കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തയ്യാറാവുകയാണ് ഡോക്ടർ. ഇതോടെ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവുകയും ചെയ്യുന്നു. ശ്രീനിവാസൻ അപകടനില തരണം ചെയ്തു എന്നുള്ള കാര്യം ഡോക്ടർമാർ ഇതേ തുടർന്ന് കൺമണിയെ അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം അറിയുന്ന കൺമണി കൃഷ്ണനെ ചെന്ന് കാണുകയും ഒരുപാട് നന്ദിയുണ്ട് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. കൃഷ്ണനെ സഹായിക്കുന്നതിനായി ഞാനും ഉണ്ടാകുമെന്നും കൃഷിൻ്റെ ഈ പൈസയ്ക്ക് താൻ പ്രതി സഹായം ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. താൻ എന്തായാലും കൃഷിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് കൃഷ് തൽക്കാലത്തേക്ക് അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതോടെ കൃഷിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറുകയാണ് കൺമണിയുടെ മനസ്സിൽ. മാത്രവുമല്ല, കൃഷ് വലിയൊരു സഹായമാണ് തനിക്ക് ചെയ്തത് എന്ന് മനസ്സിൽ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം കൃഷ് മഹിയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ താൻ കൺമണിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൃഷ് മഹിയോട് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൃഷിനോട് നമ്മൾ പ്ലാൻ ചെയ്ത ടോപ്പിക്കിൽ നിന്ന് നീ വഴിമാറി പോകരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന കൃഷ് ഇനി അവൾ നമ്മളെ സഹായിക്കുന്നതിന് തയ്യാറാകും. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ഇനി പേടിക്കേണ്ടതില്ല. അവൾക്ക് അത്ര വലിയൊരു സഹായമാണ് ഞാനിപ്പോൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇനി ഞാനൊരു സഹായം ചോദിക്കുകയാണ് എങ്കിൽ അവൾക്ക് നോ എന്ന് പറയാൻ സാധിക്കുകയുമില്ല. ഞാൻ ഈ ഗെയിം ജയിക്കുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സുഗമമായി നടക്കും എന്ന് മഹി മനസ്സിലാക്കിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.